ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയനായ UAE സെൻറ്ററിൻ്റെ പ്രസിഡൻറ്റ് അബ്ദുൽ വാഹിദ് മയ്യേരി, ജനറൽ സെക്രട്ടറി ജാഫർ സാദിഖ്, പ്രിയ സഹപ്രവർത്തകരായ അലി മദനി മറയൂർ, ഗഫൂർ തിക്കോടി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉംറ യാത്രയിൽ നിന്നും നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കിനിടയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സജീവരായ പ്രവർത്തകരെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയാനുമാണ് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കൂട്ടായ്മ, ഈ കൂടിയിരുത്തം നമ്മളുടെ പരലോക ജീവിതത്തിൽ ഏറ്റവും വലിയ ഹസനാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ സംബന്ധിച്ച് വിശദീകരിച്ചെടുത്ത് അവിടെ ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ പറഞ്ഞ ഒരു സുപ്രധാനമായ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹ്രസ്വമായ ഭാഷണം ആരംഭിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ അനുഗ്രഹങ്ങൾ കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരുടെ പ്രത്യേകത അൽ മുതജാലിസൂന ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പരസ്പരം ഒന്നിച്ചിരിക്കുന്ന ആളുകൾക്കാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ അങ്ങനെയാണ്. ഇന്നേ ദിവസം ഒരു ഒഴിവു ദിവസമായിട്ടും നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇന്നലത്തെ എൻ്റെ വിമാന യാത്രയിൽ എൻ്റെ അടുത്ത സീറ്റിലിരുന്നത് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹുസൈൻ മടവൂർ സാഹിബിനോടൊത്ത് ഉമ്മുൽ ഖുറ സന്ദർശിക്കാൻ അവസരം കിട്ടിയ സമയത്ത് ഞാനും അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. അന്ന് എന്നെ ഓർമ്മയുള്ള അദ്ദേഹം ഫ്ലൈറ്റിൽ വെച്ച് പറഞ്ഞതും ഈ മുഖം എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് അവറുകൾ പറഞ്ഞ ഒരു കാര്യം, പ്രത്യേകിച്ച് മലബാരികൾ സൗദിയിലായിരുന്നാലും മറ്റ് ഏത് GCC രാജ്യങ്ങളിലായിരുന്നാലും വെള്ളിയാഴ്ച അവരെ സംബന്ധിച്ച് യൗമുൽ ജുമുഅ യൗമുദ് ദഅവയാണ് എന്നാണ് അദ്ദേഹം എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒഴിവ് ദിവസത്തെ നമ്മൾ ഒരു പ്രബോധനത്തിൻ്റെ ദീൻ പഠിക്കുന്ന ഒരു ദിവസമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളുടെ മറ്റൊരു സ്വഭാവം അൽ മുതആവിനൂന ഫില്ലാ എന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ അവർ പരസ്പരം സഹകരിക്കുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും വിശദീകരിക്കുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കിത് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അൽ മുതഹാബൂന ഫില്ലാ ഹദീസിൽ പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ദീനിൻ്റെ വിഷയത്തിൽ അവർ പരസ്പരം സ്നേഹം പങ്കെടുക്കുന്നവരായിരിക്കുമെന്ന്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നാട്ടിലായിരുന്നാലും ഇവിടെയായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ പരസ്പരം സഹകരിക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു, അതേപോലെ പരസ്പരം ഇങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ ഒരു കുടുംബ സംഗമത്തിൽ വന്നിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഇവിടെ എനിക്ക് മുമ്പ് നടത്തിയ 2 സംസാരങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മളുടെ ബാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും സംബന്ധിച്ചുള്ള വളരെ ശക്തമായ ഒരു ഉത്ബോധനമാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി കിട്ടാനിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയുകയും എങ്ങനെയൊക്കെയാണ് ദീനീ പ്രവർത്തനത്തിൽ നമുക്ക് കൂടുതൽ സജീവമാകാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ യോഗത്തിൻ്റെ
ഒരു മുഖ്യ ലക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മളുടെ ഭരണാധികാരിയായ ഇവിടുത്തെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് മക്തൂം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ റുഇയത്തി എന്ന് പറയുന്ന മൈ വിഷൻ പുസ്തകത്തിലെ 1-ാം ചാപ്റ്റർ തന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിലെവിടെയായിരുന്നാലും ഏത് വനാന്തരങ്ങളിലെയും ഒരു മാൻപേട ഉറക്കമുണരുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ എന്നെ വേട്ടയാടാൻ വരുന്ന സിംഹത്തിൻ്റെ പിടിയിലകപ്പെടാതെ ഞാൻ കുറച്ച് സ്പീഡിൽ ഞാൻ ഓടണം എന്നുള്ള ചിന്തയോടുകൂടെയാണ് ലോകത്തിലെ വനാന്തരങ്ങളിലുള്ള എല്ലാ മാൻപേടകളും ഉറക്കമുണരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചേർത്ത് പറയുന്നുണ്ട്, എന്നാൽ വേട്ടയാടുന്ന ഒരു സിംഹം ആലോചിക്കുന്ന ഒരു സംഗതി മറ്റൊരു കാര്യമാണ്. എനിക്ക് ഇന്ന് എൻ്റെ ഇരയെ പിടിക്കണമെങ്കിൽ ഇര ഓടുന്നതിനേക്കാൾ അതിനൊപ്പിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ചാൺ മുന്നിലോടിയാൽ മാത്രമേ എനിക്കിന്ന് ഭക്ഷണം ലഭിക്കുകയുള്ളൂ എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് മക്തൂം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് ഒരു ചിന്തയാണ്, ഒരു തീരുമാനമാണ് എന്നാണ്. ഇവിടെ മാൻപേടയുടെ ചിന്ത, എനിക്ക് എൻ്റെ ഓട്ടത്തിൽ ഞാൻ പിന്നാക്കം പോയാൽ എൻ്റെ ജീവനാണ് നഷ്ടമാകുക എന്നുള്ള ചിന്തയാണ്. എന്നാൽ സിംഹത്തിൻ്റെ ചിന്ത, എനിക്ക് ഓട്ടത്തിൽ ഞാൻ പിന്നാക്കം വന്നു പോയാൽ എനിക്കൊരു ദിവസത്തെ ഭക്ഷണമാണ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്തയും കാഴ്ചപ്പാടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതെങ്കിൽ മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും എത്രയധികം വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടത് എന്നുള്ള വളരെ പ്രായോഗികമായ ഒരു ചിന്തയാണ് നിങ്ങളുടെ റൂളർ നമ്മളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും പരിപാടികളും വിശദീകരിക്കുമ്പോൾ നമ്മൾ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഊന്നി പറയുകയാണ്. ഒരു കുടുംബ സംഗമത്തിൽ വന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മളുടെ ബന്ധങ്ങളുടെ പവിത്രത സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ നാം അടുത്തറിയാനുമാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പരിപാടികളിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ പരസ്പരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ചോദിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതിനോട് ചേർത്തി പറഞ്ഞ ഒരു കാര്യം വൽ അർഹാമ, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് കുടുംബ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രമുഖനായ ഒരു അനുചരൻ അബൂദർ റളിയല്ലാഹു അൻഹു ആ കാര്യം ഉണർത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഔസ്വാനി ഖലീലി അൻ അസിലർ റഹിമ എന്നാണ്. എൻ്റെ ഖലീൽ എന്നോട് വസിയത്ത് ചെയ്യുന്നു. ആരാണ് ഖലീൽ എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അൻ അസിലർ റഹിമ, കുടുംബബന്ധം പൂർത്തീകരിക്കാൻ, കുടുംബബന്ധം അതിൻ്റെ ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. സഹോദരികളെ, സഹോദരന്മാരെ, നമ്മളുടെ ജീവിതം ഇതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്, അർ റഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ് എന്നാണ്. അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ടതാണ് കുടുംബ ബന്ധം എന്ന് വിശദീകരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ കാര്യം നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നാം നമ്മളുടെ ജീവിതം നന്നാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ ജീവിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെ ഇണകളുടെയും ഒക്കെ തന്നെ ജീവിതത്തിൻ്റെ സാർത്ഥകമായ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹുവിൻ്റെ അടിമകളുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ചെടുത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കറിയാം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വമിൻ ദുർരിയാതിന ഖുർറത അയ്യുൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന ഉരുവിടാത്ത വിശ്വാസികൾ ഉണ്ടായിരിക്കുകയില്ല. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും അതേപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്ന് ദുആ ചെയ്യാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളുടെ കണ്ണിൽ നിന്നും 2 തരത്തിലുള്ള കണ്ണുനീരാണ് സ്രവിക്കുന്നത് എന്ന് ശരീരശാസ്ത്രം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സന്തോഷമുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ കണ്ണുനീർ പൊഴിക്കുന്ന കണ്ണുനീരാണ്. മറ്റൊന്ന് സങ്കടമുണ്ടാകുന്ന സമയത്തുള്ള കണ്ണുനീരാണ്. സന്തോഷമുണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു നനവുള്ള കുളിർമയുള്ള ഒരു കണ്ണുനീരാണ് നമ്മളുടെ അടുത്ത് ഉണ്ടായിത്തീരുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വേളകളിൽ കുളിർമയുള്ള കണ്ണുനീരാണ് നമ്മളിൽ നിന്നും കണ്ണുനീർ ഗന്ധി സ്രവിപ്പിക്കുന്നത്. അതേസമയം വിഷമമുണ്ടാകുന്ന സമയത്ത്, പ്രയാസമുണ്ടാകുന്ന സമയത്ത്, ദുരിതമുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ കണ്ണുനീർ സ്രവിപ്പിക്കുന്നത് ചൂടുള്ള കണ്ണുനീരാണ്. വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ നനവുള്ള കണ്ണുനീർ, ആ കണ്ണുനീരാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്ക് വേണ്ടി, അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ നനവുള്ള കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ജീവിതത്തിൻ്റെ ഇടവേളകളിൽ നാം ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മളുടെ ബാധ്യതകളെ നിർവഹിക്കുന്ന കാര്യത്തിൽ ഒന്നുകൂടെ ജാഗരൂകരാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലുള്ള സംഗമങ്ങൾ സഹോദരി സഹോദരന്മാരെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഒരു പ്രത്യേകമായൊരു ദിശയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഉത്ബോധനങ്ങൾ അല്ലെങ്കിൽ ക്ലാസുകൾ, പ്രസംഗങ്ങൾ നമ്മളുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുകയും ശരിയായ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീന. സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ വളരെ പ്രയോജനം ചെയ്യും എന്ന് പറയാനുള്ള കാരണം അതുതന്നെയാണ്. നാം മഹാഭാഗ്യവാന്മാരാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതൊരു തൗഫീഖാണ്. ഈ തൗഫീഖ് കിട്ടാത്ത ഒരുപാട് ആളുകൾ പ്രവാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഗമങ്ങൾക്ക് വരാതെ ജീവിതത്തെ ഏതൊക്കെയോ മാർഗത്തിലേക്ക് അവർ കൊണ്ടുപോയി അവസാനം പരാജയത്തിൻ്റെ പടുകുഴിയിലകപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഈ തൗഫീഖ് നമ്മൾ മനസ്സിലാക്കാതെ ജീവിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കൈയൊഴിയും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള വളരെ കൃത്യമായ അജണ്ടകളോടുള്ള പരിപാടികളാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാട്ടിലായിരുന്നാലും ഇതുപോലുള്ള GCC രാജ്യങ്ങളിലായിരുന്നാലും മറുനാടുകളിലായിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ആഴ്ചയോളമായി മക്കയുടെയും പരിസരത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ് ജീവിച്ചത്. അവിടെയുള്ള മലയാളികളുമായി ബന്ധപ്പെട്ടവ മനസ്സിലാക്കാൻ സാധിച്ചത്, ഹറമിൻ്റെ അടുത്തായിരുന്നിട്ടും കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാൻ സാധിക്കാതെ താമസിക്കുന്ന ഒരുപാട് മലയാളികൾ അവിടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മക്കയിൽ ഹറമിൻ്റെ സമീപത്ത് താമസിച്ചത് കൊണ്ട് ഹിദായത്ത് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അബൂലഹബും അബൂജഹലുമൊക്കെ രക്ഷപ്പെടേണ്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് അമേരിക്കൻ നാടുകളിലായിരുന്നാൽ പോലും ഹിദായത്ത് കിട്ടിയാൽ, തൗഫീഖ് കിട്ടിയാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതും ശരിയാണ് എന്ന് അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2003 വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായി അമേരിക്ക സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വാഷിങ്ടണിലെ ഒരു പള്ളിയിൽ ഇതുപോലുള്ള ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ജുമാക്ക് സംബന്ധിച്ച സമയത്ത് അവിടെയുള്ള ഒരു അമേരിക്കക്കാരനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം വളരെ ഭക്തിയോടുകൂടെ വിശുദ്ധ ഖുർആൻ ഓതുകയും നമസ്കരിക്കുകയും, എൻ്റെ അടുത്താണ് അദ്ദേഹം ഇരുന്നത്,
നമസ്കാര ശേഷം അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഞാൻ അപ്പോഴും ചിന്തിച്ച ഒരു കാര്യം, അദ്ദേഹം ഒരുപക്ഷെ മക്ക കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ എന്നിട്ടും അള്ളാഹുവിനോടടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ ഉത്തുബത്തുവിനെ പോലെ, ഷൈബത്തിനെ പോലെ, അബൂജഹലിനെ പോലെ, അബൂ ലഹബിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടും വിശ്വസിക്കാൻ സാധിക്കാതെ മരിച്ചുപോയ ആളുകളാണ് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, ഇസ്ലാഹി സെൻ്ററുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തന പരിപാടികളിലും നമ്മൾ സജീവമായി കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് മുഖ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു പുതിയ ഉണർവോടുകൂടെ രംഗത്ത് വന്ന ഒരു സമയമാണ്. പിളർപ്പിന് ശേഷം നമ്മൾ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ നമ്മുടെ സമ്മേളനങ്ങൾ, പനമരത്തെയും അവസാനമായി കോട്ടക്കലിൽ നിന്ന് നമ്മൾ നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളുടെ തീരുമാനമെന്നോണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായി നമ്മളുടെ ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, പനമരത്തെ സമ്മേളനത്തിൽ വെച്ചാണ് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ നമ്മൾ ലോകത്തിന്, ഇന്ത്യക്ക് പരിചയപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നേതാവ് ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ കേരള മോഡൽ പ്രവർത്തനം നമ്മൾ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ചെറിയ പ്രവർത്തനത്തിൽ ഭാഗവാക്കായ ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, നമ്മൾ കേരളത്തിലെ എങ്ങനെയാണോ മതപ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ അടിത്തറ പാകിയിട്ടുള്ളത്, പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കുറച്ച് കാലതാമസമുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ജാർഖണ്ഡ്, അതേപോലെ തന്നെ ആസാം, ബംഗാൾ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ, സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ അവിടെ നമുക്ക് നമ്മളുടെ പ്രവർത്തകന്മാരെ തയ്യാറാക്കി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ കോട്ടക്കൽ സമ്മേളനത്തിൽ വെച്ചാണ് നമ്മൾ ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള മലയാളികളെ ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ ഇസ്ലാഹി മൂവ്മെൻറ്റ്, പിന്നീട് നമ്മൾ ഗ്ലോബൽ ഐഡിയൽ മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. എൻ്റെ മുന്നിൽ തന്നെ അതിൻ്റെ പ്രസിഡന്റ് ഹുജൈറ ഹുസൈൻ സാഹിബ് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ രൂപത്തിൽ വളരെ ചിട്ടയോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ സമയം ആയിട്ടേ ഉള്ളൂ. നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങളൊക്കെ വിചാരിക്കുകയാണെങ്കിൽ, GCC രാജ്യങ്ങളിലുള്ള പ്രവർത്തകന്മാരെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മലയാളികളായ മുജാഹിദ് പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കി വരികയാണ്. സഹോദരീ സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ എൻ്റെ വിമാനയാത്രയിലെ സഹയാത്രികനായ ഉമ്മുൽ ഖുറയിലെ അൽ ഉസ്താദ് അദ്ദക്തൂർ വസിയുള്ള അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ടറിയാം. ഇപ്പോൾ കാബ കഴുകുന്നതിന് വേണ്ടി നമ്മളുടെ കാന്തപുരം വന്ന ഒരു കാര്യം പോലും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്, ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ യുരീദൂന അദ്ദുനിയ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഭൗതികമായ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ എത്തിപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം പല ആളുകളും നടത്തുന്നുണ്ട്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സാന്ദർഭികമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് കൃത്യമായ പ്രവർത്തനമെന്നും അത് വ്യാപിപ്പിക്കണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയൊരവസരം ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല, അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ജിന്ന് സേവയെ സംബന്ധിച്ചും അതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഇത്ര വ്യാപകമായ പ്രചരണം നടക്കുന്നത് എന്ന് അന്വേഷിച്ച സമയത്ത് അദ്ദേഹം കൃത്യമായി എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ മാത്രമല്ല
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റി ഗവേഷണം നടത്തുന്നതിൻ്റെ അടിവേര് നമ്മൾ പരിശോധിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറയുന്നു, നമ്മളുടെ സമാനമായ ചിന്താഗതിയും അബൂബക്കർ കാരക്കുന്നിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സമാനമായ ചിന്താധാരയുമുള്ള ആളുകൾ തന്നെയാണ് ലോകത്തിലെ പല പ്രമുഖരായ ചിന്തിക്കുന്ന പ്രവർത്തകന്മാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഘർ വാപ്പസി എന്നൊക്കെ പറഞ്ഞതുപോലെ മോഡി കൊണ്ടുവന്ന പുതിയ ഒരു ചിന്താഗതി പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ യാഥാസ്ഥികത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വളരെ ഭഗീരഥമായ ശ്രമങ്ങൾ അല്ലെങ്കിൽ നിഗൂഢമായ ശ്രമങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അത് കണ്ടറിയാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തെ, ഇവിടെ അലി മദനി മുറയൂർ ആ കാര്യം വിശദീകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തെ നിലനിർത്താനും തിരിച്ചു കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ള നിലക്ക് ഇതുപോലുള്ള സെൻറ്ററുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ എൻ്റെ സുഹൃത്ത് വാഹിദ് മയ്യേരി ആ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി. നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചു, നമ്മുടെ വിദ്യാഭ്യാസ അച്ചടക്കത്തെ സംബന്ധിച്ചു, നമ്മളുടെ ദഅവത്തിൻ്റെ അതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച് കൊണ്ടുമുള്ള പല പ്രത്യേകമായ പരിപാടികളും നമ്മൾ ആവിഷ്കരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകം കമ്മിറ്റി വളരെ കൃത്യമായ വിഷനോടുകൂടെ പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിൻ്റെ, CP ഉമർ സുല്ലമിയുടെ, സലാഹുദ്ദീൻ മദനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മുന്നേറ്റം ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വിഷൻ 2025 എന്നുള്ള പേരിൽ നമ്മൾ കൂടുതൽ പ്ലാനോടുകൂടെ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേരള മോഡൽ പ്രവർത്തനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മളുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അജണ്ടകളും പരിപാടികളും ഏറ്റവും കൃത്യമായി നടത്താനുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഒരു എഡ്യൂക്കേഷൻ വില്ലേജ്, നോളജ് സിറ്റി എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഒരു എഡ്യൂക്കേഷൻ വില്ലേജ് എന്നുള്ള രൂപത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാ നിലക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കേന്ദ്രത്തെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തന പരിപാടികൾ ഇപ്പോൾ ഇസ്ലാഹി സെൻ്ററുകളെ യഥാസമയത്ത് അറിയിക്കുകയും അതിൽ സഹകരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങളൊക്കെ അതിൻ്റെ മുൻപന്തിയിലുണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശാരീരികമായ ചില അവശതകളുണ്ട്. ഞാൻ നിങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആളുകളും നമ്മളുടെ നേതൃതലങ്ങളിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മൺമറഞ്ഞുപോയ നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമ്മളൊക്കെ എല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ സലാഹുദ്ദീൻ മദനി, അദ്ദേഹം ഒരു ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടി വിധേയമാകണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഓപ്പറേഷൻ വിജയകരമായി തരണം ചെയ്യാനും നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീക്ക് ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ സഹപ്രവർത്തകൻ PT വീരാൻകുട്ടി സുല്ലമി വളരെ മാരകമായ ഒരു രോഗത്തിന് അടിമപ്പെട്ടുവെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇനിയും അദ്ദേഹത്തിന് നമ്മളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമുണ്ട്. കീമോ കഴിഞ്ഞു. പക്ഷേ എന്നാൽ അദ്ദേഹം സജീവമായി, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പുള്ള സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പോലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ പ്രവർത്തന രംഗത്ത് നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ചെറുതും
അതുപോലെ തന്നെ വലുതുമായ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് നമുക്ക് ബാക്കിയായിട്ടുണ്ടായിരിക്കുക. നാം സ്വപ്നത്തിൽ കാണുന്ന നമ്മളുടെ ബാങ്ക് ബാലൻസുകളോ നമ്മുടെ റിയൽ എസ്റ്റേറ്റുകളോ നമ്മളുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങളോ ഒരുപക്ഷെ നമുക്ക് ഉപകാരം ചെയ്യില്ല എന്ന് വന്നേക്കാം. ഉപകാരം ചെയ്യുന്നവരുണ്ടാകാം. അതേസമയം നമുക്ക് ബാക്കിയായിട്ടുണ്ടായിരിക്കുക ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറൻ ഇൻദ റബ്ബിക്, സ്വാലിഹത്തായ ഈ സൽക്കർമ്മങ്ങൾ അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലമായി അവശേഷിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ നാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയുകയും നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമ്മളുടെ ഇണകളെയും ഈ പ്രസ്ഥാനവുമായി അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഇസ്ലാഹി സെൻറ്റർ യു എ ഇയുടെ ഈ കുടുംബ സംഗമം അള്ളാഹുവിൻ്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഇവിടെ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാനം വരെ ഇതിൽ ഒരു ശ്രോതാവായി പങ്കെടുക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിന് തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.